വീട്ടിൽ നോൺ വെജ് ഇല്ല, എന്നാൽ നോൺ വെജിനെ വെല്ലുന്ന രീതിയിലൊരു സവാളക്കറി വെച്ച് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ സവോള, ഉപ്പുപൊടി, ഗരം മസാല, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ, ക്യാപ്സിക്കം, തക്കാളി, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഇത്രയൊക്കെയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് കറിവേപ്പില ഇട്ട് പൊട്ടിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴന്ന് നല്ലൊരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ആ ഒരു പരുവായി വരുന്നുണ്ട്. ഇനി ബാക്കി നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് അതിലോട്ട് ഉപ്പിടാം. ഉപ്പിട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം അങ്ങനെ നിർബന്ധമൊന്നുമില്ല, കാരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഒരു ടേസ്റ്റ്, നമ്മൾ നോൺ വെജ് ടൈപ്പ് ഒരു കറിയല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ ഒരു ക്യാപ്സിക്കം കിടക്കട്ടെ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി എല്ലാ കറിയിലും മെയിനാണല്ലോ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, ശേഷം ഗരം മസാല, അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത് നന്നായി വഴറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ കറി ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്കൊരു അപ്പവും കൂടെ വെച്ചിട്ടെടുക്കാം. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാം, അടിപൊളിയാണ്.